ചേച്ചി കഴിഞ്ഞ എന്ത് കഴിഞ്ഞു? ഗോതമ്പ് പൊടിച്ചു കഴിഞ്ഞു. അത് എത്ര നേരം പൊടിച്ചു വെച്ചിരിക്കുന്നു? കാശ് വന്നിട്ട് എടുത്തോണ്ട് പോടാ. അല്ല ചേച്ചി, നമ്മുടെ സഖാവ് ചെത്തുകാരൻ കണാരൻ ചേട്ടൻ വരാറുണ്ടോ? കണാരേട്ടൻ വരാറുണ്ട്, പോവാറുണ്ട്. അതിന് നിനക്കെന്താ കാര്യം? എനിക്കെന്ത് കാര്യം? കണാരേട്ടൻ വന്നാ കണാരേട്ടനല്ലേ കാര്യം? എന്താ? അല്ല, വെറുതെ വിശേഷം ചോദിച്ചെന്നുള്ളൂ. കണാരേട്ടനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അല്ല, കണ്ടപ്പോ ഓടൂലേ? കണാരേട്ടനോ? അല്ല, ഞാൻ കാശ് കൊടുക്കാനുള്ളതുകൊണ്ട്. കണാരേട്ടൻ നിന്നെ അന്വേഷിച്ചോണ്ട് നടക്കുന്നുണ്ട്. ഈ കണാരേട്ടനൊന്നും ബുദ്ധിയില്ലട്ടാ. എന്തിനാണ് എന്നെ അന്വേഷിക്കണേ? എന്റെ കയ്യിൽ കാശില്ലെന്ന് അറിഞ്ഞൂടെ? നീ അങ്ങേരുടെ മുന്നിലൊന്നും ചെന്ന് പെടണ്ട. ചേറ്റുകത്തോണ്ട് നിന്റെ കയ്യും കാലും അരിഞ്ഞിടും. ചേച്ചി വിചാരിച്ച അതൊന്നും ഒഴിവാക്കി കിട്ടും. ഞാൻ വിചാരിച്ചിട്ട് എന്റെ കടം പോലും ഒഴിവാക്കി കിട്ടിയിട്ടില്ല. അപ്പൊ ചേച്ചിയും കട, കണാരേട്ടനും കട. പോടാ അവിടുന്ന്. അപ്പൊ ശരി ചേച്ചി. കാശ് വെച്ചിട്ട് പോടാ. കാശ് വെക്കാനും? ഇത് ഗോതമ്പൊടിയല്ലേ? അതെന്നെയാ പറഞ്ഞത്. ഗോതമ്പ് പൊടിച്ചെന്റെ കാശ് വെച്ചിട്ട് പോവാൻ. ചേച്ചി, അത് നീ എനിക്ക് എത്ര തരാനുണ്ടെന്ന് അറിയാലോ. ചേച്ചിയോട് ഞാൻ പല തവണ പറഞ്ഞത് എഴുതി വെക്ക് എനിക്ക് മറന്നു പോകുന്നു. ഇപ്പൊ തന്നെ മറന്നു പോയില്ലേ? എനിക്ക് എല്ലാവരും കിടന്ന് ഓർത്തു വെക്കാൻ പറ്റൂ. എന്നാ ഞാൻ മറന്നിട്ടില്ല. പിന്നെ എന്തിനാ എന്നോട് ചോദിച്ചത്? മോനെ നീല, ഇപ്പൊ പൊടിച്ചതിന്റെ 5 രൂപയും കൂടി ചേർത്ത് 85 രൂപ തരാനുണ്ട്. അപ്പൊ പഴയ 80 അവിടെ നിൽക്കട്ടെ, ഇപ്പോഴത്തെ 5 തരാം. എന്നത്താ? അല്ല, ഇപ്പോഴല്ല, ഞാൻ ഈ ഗോതമ്പൊടി കൊണ്ട് പലചരക്കടെ കൊടുത്തിട്ട് അവിടുന്ന് കാശ് വാങ്ങിച്ചിട്ട് ചേച്ചി കൊണ്ടുവന്നേരാം. വരട്ടെ? അല്ല, കണാരം ഉള്ള വഴിക്ക് പോണ്ടെന്ന് പറയാ. നല്ല മാണിക്കാത്ത കുറ്റിക്കാടായിരുന്നു. അതൊക്കെ വെട്ടി നിരപ്പാക്കി തെങ്ങും കമ്പൊക്കെ വെച്ച് അത്യാവശ്യ കാര്യം കാണാൻ പറ്റാത്ത അവസ്ഥയിലായി. പാമ്പേ നീ കൊത്തരുതിപ്പോൾ, തേങ്ങേ നീ വീഴരുതിപ്പോൾ, ആരാന്റെ തെങ്ങും മേലൻ ജീവന്റെ ജീവനിരിപ്പു. പാമ്പേ, മലം പാമ്പേ. പാമ്പല്ലായിരുന്നു, പേടിച്ചു. പാമ്പേ നീ കൊത്തരുതിപ്പോൾ, തേങ്ങേ നീ വീഴരുതിപ്പോൾ, ആരാന്റെ തെങ്ങിൻ മേലൻ ജീവന്റെ ജീവനിരിപ്പു. അമ്മച്ചി, കാശെടുത്തേ. എന്റെ കാശെടുത്തേ. കാശിനായിരുന്ന? അയ്യോ, അത് അവിടെ വെച്ച് പറഞ്ഞാൽ പോരായിരുന്ന. കാശെടുക്കണം. തരാം. കാശ് ഞാൻ ഇതിന്റെ അകത്ത് ഇരിക്കുന്നു, ആരും കാണാതിരിക്കും. ഇത് പിടിച്ചേ, പിടിക്കേ. ശരി. വീട്ടിക്കൊണ്ടേക്കാ. കുറച്ച് വെള്ളം എടുത്തോ. വെള്ളം ഒരു ഗ്ലാസ് വെള്ളോ? ഇതെന്തിനാ? കുടിക്കാൻ. കുടിക്കാനല്ല, ഈ വേണ്ട, ഇത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഗോതമ്പൊടി എന്തേ? അത് കണാരം കൊണ്ടുവരും. ബക്കറ്റ് മേടിച്ചൊക്കെ മറക്കണ്ട. ഇപ്പൊ മനസ്സിലായോ? ഇത് നമ്മുടെ കണാരനല്ലേ? നിനക്കിത് എന്ത് പറ്റിയടാ? ഒരുപാട് വർത്താനം പറഞ്ഞു കേട്ടോ. എവിടെയാണ് നാറി? നാറിയോ? ആ, നിങ്ങൾ മോനെയായി ചോദിച്ചത്. കടം വാങ്ങിയ കാശ് ചോദിച്ചാ ഈ പരുവാക്കിയത്. കണ്ണി പൊടിയിട്ട് മുങ്ങുകാന്നില്ല അപ്പാട്ടി. നീലാണ്ടിന്റെ കാര്യമാണോ പറയണേ? അല്ല, അവന്റെ അപ്പന്റെ കാര്യം. വിളിക്കണ്ടവനെ. ഇറക്കി വിട്ടാന്റെ സ്വഭാവം മാറും. ഇറക്കി വിടാൻ ഓനവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ഓ പുറകെ കൂടെ മുങ്ങി. ഓ, എന്നാ പിന്നാലെ ഓടായിരുന്നില്ലടോ. അത് പിന്നെ ഞമ്മ മീൻ നിനക്ക് കിട്ടാനല്ലേ കുറച്ച് പൈസ. ഓനേത് ദുര്യാവിന്റെ ഉള്ളിൽ പോയി വിളിച്ചാലും പടച്ചോനാണ് ഓനെ ഞമ്മളെ പോക്കും. ഇങ്ങനൊരു നാറിയുടെ കൂടെയാണോ നീ ജീവിക്കുന്നത്? വരുമ്പോ പറഞ്ഞേക്ക് അവന് ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. ഈ അവനെ കണ്ട എന്നോട് പറയാം. അത് ഞാൻ എന്താണ്?
വേറെന്താ മീനുള്ളത്? അതിലുണ്ട് ആകുലുണ്ട് ചെമ്മീനുണ്ട് കരിമീനുണ്ട്. പക്ഷേങ്കില് തള്ളക്ക് തരൂല. നീ എന്താ അങ്ങനെ പറയുന്നേ? തരാനുള്ള കാശ് വെക്കണല്ലേ, എന്നിട്ട് മീൻ മേടിച്ച് മുഴുങ്ങ്. കയ്യിൽ കാശില്ലെങ്കിൽ എന്താണ്? വയസ്സാം കാലത്ത് തള്ളയുടെ പൂതിക്ക് ഒരു കുറവുമില്ല. ചാള ചാളേ. 2 3 4 5 മുതലാളി മുതലാളി മുതലാളി. എന്താടോ കാര്യം? സന്തോഷായി. ഓഹോ, അപ്പൊ താൻ സന്തോഷായി എന്ന് പറയാൻ വേണ്ടി വന്നതാ? രക്ഷിക്കണം മുതലാളി, എന്റെ ജീവൻ അപകടത്തിലാ. അത് നീ ജനിച്ച അന്ന് മുതലേ അപകടത്തിലല്ലേ? ജോലിയുടെ കാര്യം പറയാനാണെങ്കിൽ ഇവിടെ നിക്കണ്ട, പോയിക്കോ. അതല്ല മുതലാളി, എനിക്കൊരു 100 രൂപ വേണം. 100 രൂപ കിട്ടിയാൽ നിന്റെ ജീവൻ രക്ഷപ്പെടുവോ? ഫുള്ളായിട്ട് രക്ഷപ്പെടൂല, ലേശം രക്ഷപ്പെടും. സുമിത്രേ, ഒരു 100 രൂപ എടുത്തു കൊടുത്തേ. മോളെ 5ഉം 10ഉം ആയിട്ട് തന്നാ മതിയേട്ടാ, ഇല്ല അപകട. അപ്പോ 100 രൂപ ഒരുമിച്ച് വേണ്ടേ? അല്ല മുതലാളി, 5ന്റെയും 10ന്റെയും ചേഞ്ച് ആയിട്ട് തന്നാ മതി എന്ന് പറഞ്ഞതാ. നാട്ടുകാർക്ക് പിരിച്ചു കൊടുക്കാനുള്ള കാശാ. 1 2 3 ഇങ്ങോട്ട് കൊണ്ടുവാ. ഇത് ഞാൻ മറക്കൂല മുതലാളി. താൻ മറന്നാലും ഞാൻ മറക്കില്ലടോ. ഈ 100 ഉറുപ്പിക അടക്കം 5750 ഉറുപ്പികയാണ് ഇപ്പൊ തന്റെ പറ്റ്. അപ്പൊ 10,000 രൂപയാകാൻ ഇതിന്റെ കൂടെ എത്ര കൂട്ടണം? 4250 രൂപ കൂടി കൂട്ടിയാൽ 10,000 രൂപയാവും. അപ്പൊ ആ 4250 എനിക്ക് എപ്പ തരും? നിനക്ക് എപ്പ വേണം? നീ ആലോചിച്ച് പറ. വേണ്ട, മോലാളി എന്നെ ആലോചിച്ച് ഡേറ്റ് പറഞ്ഞാ നീ ആലോചിച്ച് പറയടാ. മോലാളി ആലോചിച്ച് ഡേറ്റ് പറഞ്ഞാൽ മതി. ആലോചിച്ച് പറയടാ. എന്നാ 1 അരമണിക്കൂർ കഴിഞ്ഞ് വരട്ടെ. എന്തിനാ? ബാക്കി 4250 ഒറ്റ വീക്ക് വെച്ചെന്നുണ്ടല്ലോ. ചേട്ടനെന്താ ഓടണേ? ഓടുന്നതല്ല മോളെ, ഓടിക്കുന്നതാ. മീന മോളെ എങ്ങോട്ടാ കാലത്തെ? ഞാൻ തച്ചത് വാങ്ങാൻ. ചിൽഡ്രൻ ഉണ്ടാവും ഒരു 15 രൂപ എടുക്കാൻ. എന്റെ ഇല്ല. 15 തയ്ച്ചില്ലെങ്കിൽ ഒരു 14 രൂപ തന്നാ മതി. ഗതി പിടിക്കൂല ഇതൊന്നും. മീനെ വിളിക്കണ്. എന്തിനാ? അതെന്താ? കാശ് എന്താന്ന് അറിയൂല അല്ലേ? നമ്മള് മീന്റെ കായ്. മീന്റെ കാശ് മീനോട് ചോദിക്കും. മീൻ വാങ്ങി തിന്ന കായ്. ആദ്യം പറഞ്ഞാ പോരെ, ഞാൻ തരൂലായിരുന്നു. മുണ്ടഴിക്കരുത്, ഒന്നുമില്ല. ഉണ്ടോ ഇല്ലെന്ന് ഞമ്മളൊന്ന് നോക്കട്ടെ. അയ്യ അതല്ല, മുണ്ടഴിച്ച അടിയിലൊന്നുമില്ലെന്നാ പറഞ്ഞ. ഞമ്മടെ അടുത്ത് വേണ്ടടാ മാറേ. ഞാൻ പറഞ്ഞതല്ലേ അടിയിലൊന്നുമില്ലെന്ന്. കൊള്ളാലാടാ, അടക്കത് കണ്ടിന്യൂ ചെയ്യാട്ടാ. നമുക്ക് ഞാൻ തരൂല. അയ്യോ മോളാണ് വല്ലതിന്റെ. അപ്പൊ പോയി കേട്ടാരെങ്കിലും ഒന്ന് താ. റബ്ബേ, ഇതിലൊക്കെ നമ്മൾ മീൻ പോയി മാറ്റിയ മീൻ എടുത്തിട്ട് എന്റെ മുണ്ട് ഇങ്ങെടുത്താ. നാളെ ഇല്ലാത്ത അടക്കെന്തിനാണ് മുണ്ട്? പൊയ്ക്കോ, എന്തെങ്കിലും തന്റെ മുണ്ട് അണ്ടർവെയർ അടക്കം ഞാൻ ഊരി എടുക്കൂടെ. കാക്കേ കാക്കേ എന്താ നീലണ്ടേട്ടത്? കുളിക്ക. ഷർട്ടാക്കി ഇട്ടോ? ഷർട്ടിനെ കൂടെ ഒന്ന് കുളിപ്പിക്കാന്ന് കരുതി. രാവിലെ കുറിയൊക്കെ തൊട്ട് വീട്ടിൽ വന്നാണല്ലോ. അതെ, എനിക്ക് യമകണ്ഠക ശരീരം ദോഷമുണ്ട്. അതുള്ളത് കൊണ്ട് കുളിക്കുന്നതിന് മുമ്പ് കുളി കഴിഞ്ഞിട്ടും കുറി തൊടണം. ഈ ദോഷമുള്ളവർക്ക് ആഴ്ചയിൽ 4 ദിവസം നല്ല ദിവസമല്ല, ബാക്കി 3 ദിവസം മോശ. ഓ, അപ്പൊ ശനി ഞായറോ? അന്ന് ഹോളിഡേ അവധി ദിവസം, അന്നായിട്ട് കുറി തൊടണ്ട. എന്നാലേ വേഗം കുളിച്ച് കയറിക്കോ. വേലിയർക്കാണ് വെള്ളം മുഴുവൻ വറ്റിപ്പോ. ആണോ? പറഞ്ഞത് നന്നായി. എന്തു പറ്റി? വേലിയിറക്ക. പിന്നെ നീലാണ്ടേട്ടാ? ഒരു പിന്നെ ഇല്ല. മുതലാളി. എന്താടാ, നീ പോയില്ലേ? ഞാൻ പോയിട്ട് പിന്നെ വന്നതാ. എന്റെ മാനം കാക്കണം മുതലാളി. കുറച്ചു മുമ്പല്ലേ ഞാൻ നിന്റെ ജീവൻ കാത്തത്, ഇനി മാനവും കാക്കണോ? എനിക്കൊരു മുണ്ട് തന്നാ മതി. സരോജിനി, നീലാണ്ടൻ ഒരു മുണ്ട് കൊടുത്തേ. വെറുതെ എന്തിനാ ചേച്ചിനെ ബുദ്ധിമുട്ടിക്കുന്നത്? ആ ഉടുത്തിരിക്കണ മുണ്ട് തന്നാ പോരെ. ഈ മുണ്ട് അങ്ങോട്ട് തന്നിട്ട് ഞാൻ ഇവിടെ മുഴുവനോട് നിക്കണോ? മുതലാളി അകത്തല്ലേ. ആരാ മുണ്ടില്ലാണ്ട് വന്നേക്കണേ? അപ്പൊ അവൻ മുണ്ടെടുക്കാണ്ട വന്നിരിക്കണേ. സരോജിനി, നീ അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് തന്നെ, ഞാൻ കൊടുത്തോളാം. എവിടേക്കാ? ഇനി ആ കാഴ്ച കൂടി കാണണം. അകത്തേക്ക് പോടോ.
എന്നാ മുണ്ട് ആ ശ്രീകരൻ. പേടിക്കണ്ട മുതലാളി, ഞാൻ അഗ്നനല്ല. ഇതാടോ തനിക്ക് പറ്റിയ വേഷം? ഇനി എന്തിനാടോ തനിക്ക് മുണ്ട്? തോട്ടിൽ നിൽക്കുന്ന സ്ത്രീയുടെ മാനം കാക്കാനാ. ഇപ്പൊ വേലിയിറക്കാണാവോ? വേലിയർക്കായ തനിക്കെന്താ? അല്ല, തോട്ടിലെ വെള്ളം പറ്റിപ്പോവില്ലേ? വെള്ളം പറ്റിപ്പോയി തനിക്കെന്താന്ന്? ആ സ്ത്രീ പരിപൂർണ്ണ നഗ്നായിട്ടാണ് അവിടെ നിൽക്കുന്നത്. പിടിച്ചേ. ഇവിടെ നിന്ന് മാറാം. ആനക്കുട്ടിയുടെ മുമ്പിൽ നിന്ന് മാറി അതിനെ പേടിപ്പിക്കണം. ആനല്ലേ പേടിക്കണം.